പേര് മാറ്റിയതിന് പിന്നിൽ എന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ പി ബിജു, എന്തുകൊണ്ടാകാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്ര പ്രധാനപ്പെട്ട ഒരു നീക്കം ബന്ധപ്പെട്ട മന്ത്രിയെപ്പോലും അറിയിക്കാതെ നടത്തിയത്? അതിൻ്റെ ചേതോവികാരം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് അവരാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതിൻ്റെ ബോർഡ് അംഗങ്ങളും ഒരു സുതാര്യതയുമില്ലാതെയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ദേവസ്വം ബോർഡ് മറ്റ് ബോർഡുകളെ പോലെയല്ല. ബോർഡ് മെമ്പർമാരെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ട്രസ്റ്റീസാണ്. ട്രസ്റ്റീസ് സുതാര്യമായിട്ടായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സുതാര്യമായിട്ട് തീരുമാനം എടുക്കണമെന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ജനങ്ങളുടെ താല്പര്യപ്രകാരമുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. ഇതൊരു തരത്തിലുള്ള തോന്നിവാസമാണ്. അവർക്കിഷ്ടം പോലെ രഹസ്യമായി ഒരു തരത്തിലും ദേവസ്വം ബോർഡിൻ്റെ കാഴ്ചപ്പാടിന് യോജിക്കാത്ത തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വത്തിൻ്റെ കമ്മീഷണർ അറിയിക്കുന്നില്ല, ചുമതലയുള്ള മന്ത്രിയെ അറിയിക്കുന്നില്ല. അപ്പോൾ ഇത് നിഗൂഢമായിട്ടുള്ള ചില താല്പര്യം വെച്ചുകൊണ്ട് തുടർച്ചയായി ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും ചെയർമാനും അതോടൊപ്പം തന്നെ ബോർഡ് നേരത്തെ ഉണ്ടായിരുന്ന അംഗങ്ങളും. ഇതിൻ്റെ നിഗൂഢ ലക്ഷ്യമെന്ത് എന്ന് വ്യക്തമാക്കേണ്ടത് ഞാനല്ല. നിഗൂഢ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ പിന്നെ രഹസ്യ സ്വഭാവത്തിലിരിക്കില്ല. ശ്രീ പഴകുളം മധു, എന്തായാലും പ്രയാർ നിങ്ങളുടെ പാർട്ടിക്കാരനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പല നടപടികളിലൂടെയും രാഷ്ട്രീയം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻപ് പല അവസരങ്ങളിലും. അദ്ദേഹത്തിൻ്റെ ഭക്തൻ എന്ന നിലയിലുള്ള കാഴ്ചപ്പാട് പലപ്പോഴും സാമാന്യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. പക്ഷേ വളരെ മൃദുവായ സമീപനമാണ് നിങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ. ഈ പ്രയാറിൻ്റെ ഇപ്പോഴത്തെ നടപടിയോടും നിങ്ങൾക്ക് സമാനമായ ഒരു സമീപനമാണോ ഉള്ളത്? ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വളരെ വേഗം അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് തീരുമാനമെടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള അതിൻ്റെ പേര് ശബരിമല ക്ഷേത്രത്തിൻ്റെ പേര് മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് അത്തരം തീരുമാനമെടുക്കാൻ ഉള്ള അധികാരമുണ്ടോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ള നിലയിൽ ഉണ്ടോ? ഗവൺമെൻറ്റുമായി ആലോചിക്കേണ്ടിയിരുന്നോ? എന്താണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ? ഇതൊക്കെ സമൂഹം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയുമുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ദേവസ്വം ബോർഡിലും ഗവൺമെൻറ്റിലും ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ സംഭാവന ഒന്നും ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുക, ഉപദേശം കൊടുക്കുക, ഇതൊരു നിയന്ത്രണം ഉണ്ടാക്കുക, ആ കാര്യങ്ങളിൽ ലാഭേച്ഛയോടുകൂടി ഇടപെടുക, ഇതൊന്നും കോൺഗ്രസ് ചെയ്യാറില്ല. അല്ലല്ല ശ്രീ പഴകുളം മധു, പ്രയാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നത് വരെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം, അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം. അങ്ങനെ ഒരു സമീപനമല്ലല്ലോ സ്വീകരിക്കേണ്ടത്. അവിടെയും ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്നൊരു ജാഗ്രതയാണ് നിങ്ങൾ പുലർത്തേണ്ടത്. ഇങ്ങനെ അയച്ചു വിട്ടാൽ ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങളവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വരുമ്പോൾ അതിൽ പ്രത്യേകമായൊരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചിട്ട് ആ കുഴപ്പം മറ്റുള്ളവരെല്ലാം അനുഭവിക്കുമ്പോൾ അത് ദൈനംദിന കാര്യങ്ങളാണല്ലോ, അതിലിടപെടേണ്ട അടിയന്തര സ്വഭാവം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട സ്ഥിതി ആയിരിക്കരുത് ഒരു പാർട്ടിക്ക് ഉണ്ടാകേണ്ടത്. ശ്രീ പഴകുളം, 2 പേരാണ് നിങ്ങളുടെ പാർട്ടിക്കാർ അവിടെ ഉള്ളത്, പ്രയാറും അജയ് തറയിലും. എന്നിട്ടാണ് ഇത്തരമൊരു തീരുമാനം വരുന്നത്. അപ്പോൾ ഇതൊരു അടിയന്തര പ്രാധാന്യമില്ല, ഇതൊരു ദൈനംദിന വിഷയമാണ്. സർക്കാരും ഈ 2 പേരും തമ്മിലുള്ള തല്ലിൽ ഞങ്ങൾക്കെന്ത് പങ്ക്? ഈ 2 പേർ സ്വയംഭൂവല്ല, അവിടുത്തെ വിഗ്രഹം പോലെ. വേണു, ഇക്കാര്യത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് അല്ലെന്നോ അജയ് തറിൽ കോൺഗ്രസ് അല്ലെന്നോ അല്ല ഞങ്ങൾ പറഞ്ഞത്. പ്രയാർ ഗോപാലകൃഷ്ണൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടിട്ടില്ല. ആ തീരുമാനത്തിനെ പിൻപറ്റാനും അതിനെ ന്യായീകരിക്കാനും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ദേവസ്വം ബോർഡിന് ഇത്തരം തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ടോ? ആ അധികാരമാണോ അവർ ഉപയോഗപ്പെടുത്തിയത്? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തന്ത്രിക്കൊരു പ്രാധാന്യമുള്ള സ്ഥലമാണ്. തന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ദേവഹിതം അറിഞ്ഞിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്.
ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടി സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിൽ അതിന് യുക്തരായ ആൾക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവരെ പിൻവാതിലൂടെ നിയമിക്കുന്ന രീതി കോൺഗ്രസിനില്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സ്വയംഭരണ സ്ഥാപനമാണ്. പക്ഷേ പ്രയാർ ഗോപാലകൃഷ്ണനെ കുറിച്ച് താങ്കൾ പറഞ്ഞ അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ മികവുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുമായി അദ്ദേഹം പമ്പയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലുണ്ടായ ഏറ്റുമുട്ടൽ നമുക്കെല്ലാവർക്കും അറിയാം. അത് മുഖ്യമന്ത്രി സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ഒരു ചർച്ച നടത്തേണ്ടിയിരുന്നത് അവിടെ വെച്ചായിരുന്നില്ല. അദ്ദേഹം ദേവസ്വം പുതിയ വിവാദത്തിൽ നമുക്ക് നിൽക്കാം. ഈ വിഷയത്തിൽ എന്തായാലും ഈ കൂടിയാലോചനകൾ നടക്കുന്നൊരു ഘട്ടം കൂടിയാണല്ലോ ഇത്. മണ്ഡല കാലത്തിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം യോഗങ്ങൾ നടക്കുകയുണ്ടായി. വകുപ്പ് മന്ത്രി പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ കാണാതിരിക്കുന്ന ഒരു അസൗകര്യം ഉണ്ടായിട്ടില്ല, പലവട്ടം കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്ന്. അവിടെയാണ് ബിജു അടക്കമുള്ളവർ പറയുന്നത്. ബിജുവും CPM-നെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ദൈനംദിന കാര്യങ്ങളിൽ അവിടെ ഇടപെടുന്ന പതിവ് കാട്ടുന്നില്ല, മന്ത്രിയും കാട്ടുന്നില്ല. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കാതിരിക്കുമ്പോൾ അത് സംശയനിഴലിലാണെന്നെങ്കിലും ചുരുങ്ങിയ പക്ഷം വിമർശനം ഉന്നയിക്കും. അത് രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കപ്പെടുന്ന വിഷയമാണ്. അതിന് രാഷ്ട്രീയമായി തന്നെ മറുപടി പറയണം. അതിന് ഞങ്ങളവിടെ ഭാഗഭാക്കല്ല, എല്ലാ ദിവസവും കയറി ഇറങ്ങുന്നില്ല എന്നതൊരു ശരിയായ മറുപടിയല്ല ശ്രീ പഴകുളം. അല്ല, തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ മന്ത്രി അറിയേണ്ട കാര്യമാണെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെടണം എന്ന കാര്യത്തിൽ കോൺഗ്രസിന് രണ്ട് അഭിപ്രായമേ ഇല്ല. അത് മന്ത്രി ചെയ്യേണ്ട കാര്യമാണോ, സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ അവർക്ക് അതിനകത്ത് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണോ എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മന്ത്രി ചെയ്യേണ്ട കാര്യമാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് കേരളത്തിലെ ജനങ്ങളാണ്. അദ്ദേഹത്തിന് അറിയേണ്ട കാര്യമാണ്, അദ്ദേഹം അറിയണം. തന്ത്രിയുടെ തീരുമാനം ഇക്കാലത്ത് ഉണ്ടാകേണ്ടതാണെങ്കിൽ തന്ത്രിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ദേവഹിതം നിശ്ചയിക്കേണ്ടതാണെങ്കിൽ ദേവഹിതം അറിയേണ്ടതാണ്. ഇതെല്ലാം സത്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം മതേതര സ്വഭാവമുള്ള, അതൊക്കെ വലിയ വലിയ ചർച്ചകൾ നമുക്ക് അതിൽ വെള്ളം അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടിയതിനു ശേഷം നമുക്ക് ഈ വിശാലാർത്ഥത്തിലുള്ള ചർച്ചയിലേക്ക് പോകാം. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, ഇവിടെ വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടില്ല. പോട്ടെ, ഈ സ്വയംഭരണാധികാരത്തിൻ്റെ ഒരു പാരമ്യം എന്താണെന്ന് പരീക്ഷിക്കുകയാണ് പ്രയാറെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ അതിന് അധികാരവും ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ. പക്ഷേ ബന്ധപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരുമായി ആലോചിക്കേണ്ടേ? ഇപ്പോൾ പന്തളം രാജകുടുംബം ആലോചിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെന്നാണ് പറയുന്നത്. അത് വ്യക്തമാക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ താഴമൺ തന്ത്രി കുടുംബം, രാഹുൽ അല്പസമയത്തിനകം ഈ ചർച്ചയിൽ പങ്കുചേരും. തന്ത്രി കുടുംബത്തിനും വ്യത്യസ്ത അഭിപ്രായമാണെന്നാണ് അറിയുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ പ്രതികരണം തന്നെ വന്നിട്ടുണ്ട് ഈ കാര്യത്തിലെ വിയോജിപ്പ് വ്യക്തമാക്കിക്കൊണ്ട്. ഇങ്ങനെ ഒരു അടിയന്തര സ്വഭാവവും ഇതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ പ്രയാർ എന്ത് അജണ്ട വെച്ചാണ് പ്രവർത്തിക്കുന്നത്? പന്തളം രാജകുടുംബത്തിനില്ലാത്ത, തന്ത്രി കുടുംബത്തിനില്ലാത്ത, തന്ത്രിക്കില്ലാത്ത ഈ പ്രത്യേക താല്പര്യവും അമിതാവേശവും പ്രയാറിൻ്റേത് മാത്രമാണോ? വേണു, ഇവിടെ ഇപ്പോൾ ഞാൻ BJP അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഈ വിഷയം തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണെന്നുള്ള അഭിപ്രായം പോലും എനിക്കില്ല. കാരണം ഞാനിതിനകത്ത് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നത്, അതിനപ്പുറത്ത് ഞാനൊരു ക്ഷേത്രവിശ്വാസിയാണ്, ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡൻ്റാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി പ്രസിഡൻ്റാണ്. അപ്പോൾ ആ നിലയ്ക്കൊരു വിശ്വാസി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ ദേവസ്വം ബോർഡിന് സ്വയംഭരണാവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പിന്നെ ഈ വിഷയം ഇത്ര രഹസ്യ സ്വഭാവത്തിൽ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വേദി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട തന്ത്രി കുടുംബമുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു നമുക്കറിയാം, ഒരു വ്യക്തിക്ക് പേരിടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മാതാപിതാക്കളാണ്. ഇപ്പോൾ ഭഗവാന്റെ പിതാവിൻ്റെ സ്ഥാനത്തുള്ളതാണ് തന്ത്രി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ തന്ത്രിയുടെ അഭിപ്രായം അതല്ലെങ്കിൽ ഈ അയ്യപ്പനെ സംബന്ധിച്ച് വരുമ്പോൾ പന്തളം കുടുംബത്തിൻ്റെ അഭിപ്രായം, വിശ്വാസികളുടെ അഭിപ്രായം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്തിട്ടാണോ, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടാണോ, അല്ലെങ്കിൽ അത് രഹസ്യ സ്വഭാവത്തിൽ സ്വീകരിച്ചതിന് ശേഷമാണോ ഇത് വ്യക്തമാക്കിയത് എന്നുള്ളതൊക്കെ പറയേണ്ടത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാരോ ദേവസ്വം ഭരണാധികാരികളോ ആണ്.
ഏതായാലും ഈ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചും അയ്യപ്പൻ്റെ പേരിനെ സംബന്ധിച്ചുമൊക്കെ കാലങ്ങളായി ഓരോ ഘട്ടത്തിലും അനാവശ്യമായി അനേകം ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അതിനെ തെരുവിൽ വലിച്ച് ഇഴച്ച് ചർച്ച ചെയ്യുന്ന ആ ഒരു സമീപനം തന്നെ സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്ന ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, ഇത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനേകം അനാവശ്യ വിവാദങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ചർച്ച ചെയ്യുന്നു. അതിനുശേഷം അതിനുള്ള വേദിയാക്കി മാറ്റണം, അല്ലെങ്കിൽ കോടതി വിധിയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു നിലയിലുള്ള അഭിപ്രായം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഏതായാലും ഈ ക്ഷേത്രവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയിൽ ഈ വിശ്വാസികളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം അനാവശ്യ ചർച്ചകൾക്ക് തന്നെ അവസരമുണ്ടാക്കാതെ ഈ കാര്യം തീരുമാനിക്കേണ്ടതായിരുന്നു. ശരി, ഞാൻ പോകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായർ, കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം, ടെലിഫോൺ ലൈനിൽ. ശ്രീ ജി രാമൻ നായർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ സർവാധികാരങ്ങളുമുണ്ടോ? ആ വിഗ്രഹത്തിൻ്റെ പേരുമാറ്റൽ അടക്കമുള്ള കാര്യങ്ങൾ സ്വമേധയാ നിശ്ചയിക്കുന്നതിലും അങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കുന്നതിലും? ശ്രീ ജി രാമൻ നായർ, താങ്കൾക്ക് കേൾക്കാമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ടോ ഒരു സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഇങ്ങനെ ഈ വിഗ്രഹത്തിൻ്റെ പേരുമാറ്റൽ അടക്കമുള്ള കാര്യങ്ങൾ സ്വമേധയാ തീരുമാനിക്കാനും അത് ഒരു ഉത്തരവായി പുറത്തിറക്കാനും? ദേവസ്വം ബോർഡ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതായിട്ട് ഇന്ന് മാധ്യമങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദേവസ്വം ബോർഡ് ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ശബരിമല ക്ഷേത്രം അവിടെ തെമ്പാടും അറിയപ്പെടുന്നത് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രമെന്നാണ്. ഒരുപക്ഷെ അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പത്തിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ടെലിഫോണിൽ തയ്യാറുണ്ട്. ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം, ശ്രീ ജി രാമൻ നായർ, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പൂർണ്ണാധികാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ടോ? ദേവസ്വത്തിന്റെ ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ സാർ. ദേവസ്വം സംബന്ധിച്ച് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇത്തരമൊരു തീരുമാനം എന്റെ ഒരു ഭരണകാലത്തൊന്നും എടുത്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലല്ല, ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇനി മുതൽ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന നിലയിലായിരിക്കും അറിയപ്പെടുക എന്നൊരു തീരുമാനമെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടോ ഇല്ലയോ? ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ പേര് മാറ്റാൻ സാധിച്ചേക്കാം രേഖകളിൽ. പക്ഷേ ജനഹൃദയങ്ങളിൽ പതിഞ്ഞുപോയ ഒരു മഹാക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ ദേവസ്വം ബോർഡ് അക്കാര്യത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ശബരിമല ക്ഷേത്രം ലോകത്തെമ്പാടും അറിയപ്പെടുന്നത് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന പേരിലാണ്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇപ്പോഴും ധർമ്മശാസ്ത്രത്തിന്റെ പേരിൽ തന്നെയാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം അവിടുത്തെ ധ്യാന ശ്ലോകം, അതുപോലെ തന്നെ അവിടുത്തെ മൂലമന്ത്രം, ഇതെല്ലാം ശാസ്ത്രാവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രധാനമായും അവിടെ പ്രതിഷ്ഠ നടത്തിയ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റ് താന്ത്രിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇക്കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുകയും ആ സമന്വയം ഒരു അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പോലെയുള്ള കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാവൂ എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ശരി, അംഗീകാരത്തിന് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ആർക്ക് മുൻപാകെ? അത് ഭക്തജനങ്ങൾക്ക് മുമ്പാകെ വരണം. കാരണം ഭക്തജനങ്ങളാണല്ലോ ഇതിനെക്കുറിച്ച് ഒരു 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 അവസാന തീരുമാനത്തിന് പറയേണ്ട ആളുകൾ. ഭക്തജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക രൂപമില്ലല്ലോ, അവരെ ഏത് രൂപത്തിൽ ബോധ്യപ്പെടുത്തണം? ഇത്തരം ഒരു തീരുമാനം ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഒരു ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഉത്സവം മാറ്റിയത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ചില